ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോളോ ലെവലിംഗ് സ്റ്റോറി എക്സ്പ്ലനേഷൻ. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സോളോ ലെവലിങ്ങിൻ്റെ ചാപ്റ്റർ 2 ആണ്. സ്റ്റോറി ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കെല്ലാം അറിയാം. ജിൻവുവും ക്രൂവും ആ ഒരു ഡഞ്ചനിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഇങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. ഇവിടെ എല്ലാം ക്ലിയർ ആണ്. നമുക്ക് അകത്തേക്ക് പോയാലോ? പോയേക്കാം. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ ഹണ്ടർ സങ് ജിന്നുവിനെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്. അവൻ്റെ കോഫി കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ദ വീക്കസ്റ്റ് ഹണ്ടർ ഇൻ ദ ഇ റാങ്ക് കാറ്റഗറി. ഏത് റാങ്കാണ് ഈ ഡഞ്ചൻ? അവർ പറഞ്ഞതനുസരിച്ചിട്ട് ഇതൊരു ഡി റാങ്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ ഹണ്ടേഴ്സ് ഗിൽഡിൽ വന്നതിന് ശേഷം ഞാൻ ഇതുവരെ ഹണ്ടർ സങ് ജിന്നുവിനെ ഇഞ്ചുറി ഇല്ലാതെ കണ്ടിട്ടില്ല. ഇതൊരു ഡി റാങ്ക് ഡഞ്ചനാണ്. വെൽ, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലേ. നമുക്കെന്നാൽ അകത്തോട്ട് കയറിയാലോ. ജിനു, നീ എന്തിനാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഹണ്ടറായിട്ട്? ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് കൂടുന്നതല്ലാണ്ട് വേറൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിനു ഒരു സോറി പറയുന്നു. ജിനു, ഞാൻ ഒരു അപ്പോളജിക്ക് വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. ഞാൻ നിൻ്റെ കാര്യത്തിൽ ഭയങ്കര വറീഡാണ്. അവിടെ ബാക്കിയുള്ള ഹണ്ടേഴ്സ് എല്ലാം ഭയങ്കര ഫൈറ്റിലാണ്. അവർ മോൺസ്റ്റേഴ്സിനെ എല്ലാം കൊല്ലുന്നു. ഭയങ്കര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഡഞ്ചനിൽ. ജിനുവിന് ആദ്യമേ ഇഞ്ചുറി പറ്റിയതുകൊണ്ട് ജിനു ഈ ഫൈറ്റിലും പങ്കെടുത്തില്ല. എന്തായാലും ഈ ഒരു റെയ്ഡും ഓൾമോസ്റ്റ് തീരാറായി. എന്തായാലും അതങ്ങനെ കഴിഞ്ഞു. മിസ്റ്റർ ബക്ക്, താനിതൊരു ചത്തില്ലേ? ഇതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളല്ലേ. നിനക്കെന്തെങ്കിലും റീസൺ ഉണ്ടോ ഈ ഹണ്ടർ എന്നുള്ള ജോലി കളയാതിരിക്കാനായിട്ട്? ഞാൻ ഈ ഹണ്ടറായിട്ടിരിക്കുന്നത് ജസ്റ്റ് ഫണ്ണിന് വേണ്ടിയിട്ടാണ്. ഇതല്ലാണ്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ബോർഡം കൊണ്ട് മരിച്ചു പോകും. ഞാൻ എന്തിനാണ് ഹണ്ടറായെന്ന് ഇവളോട് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിലും ഭയങ്കര വിഷമമാവും അവൾക്ക്. ഇതുപോലെ 1-2 തവണ ഫണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ലൈഫിൽ റൈഡിങ്ങിന് പോകേണ്ടി വരും നീ. എടാ ചിരിക്കാതെ, നിൻ്റെ വൂണ്ട് ഓപ്പൺ ആകും. ഇത് ഈ മാജിക്കൽ കോറാണ് ഒരു മോൺസ്റ്ററെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഈവൻ ഒരു സി റാങ്ക് മോൺസ്റ്ററിനെ കൊന്നിട്ട് അതിൻ്റെ മാജിക്കൽ കോർ കിട്ടുകയാണെങ്കിൽ തന്നെ തൗസൻഡ്സ് ഓഫ് രൂപയായിരിക്കും കിട്ടുന്നത്. പക്ഷേ ജിന്നു ഒരു ഇ റാങ്ക് ഹണ്ടറാണ്. ജിന്നുവിന് ഒരു സി റാങ്ക് മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും എൻ്റെ ഇഞ്ചുറീസും ട്രബിൾസും കാരണം എനിക്ക് ആകെ കിട്ടുന്നത് ഒരു ഇ റാങ്ക് മാജിക്കൽ കോറാണെന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫ് തന്നെ റിസ്കിലാക്കുന്നത് ഈ ഒരു ചെറിയ സാധനത്തിന് വേണ്ടിയിട്ടാണല്ലേ. ഇങ്ങനെ പൈസ സമ്പാദിക്കുന്നതിൽ നല്ലത്. എല്ലാവരും ഇങ്ങോട്ട് വരൂ, ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ഇത് കണ്ടിട്ട് ഡബിൾ ലെയർ റിയൽ ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഒരു സെക്കൻഡ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ബോസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഗേറ്റ് ക്ലോസ് ആയില്ല. ഈ ഗേറ്റ് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബോസ് ഇതിനുള്ളിലാണെന്നാണ്. യൂഷ്വലി ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ നമ്മളുടെ ഗിൽഡിനെ കോൺടാക്ട് ചെയ്യണം, എന്നിട്ട് അവരുടെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ വേറെ ഹണ്ടേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് കുറയും. സോ നമ്മൾ തന്നെ ആ ഒരു ബോസിനെ കൊല്ലുന്നതല്ല നല്ലത്. ഇതൊരു ഡേഞ്ചറസ് മിഷൻ ആയതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു വോട്ടിങ് ചെയ്ത് നോക്കിക്കൂടാ? നമ്മൾ 17 പേരില്ലേ. ആഫ്റ്റർ ദ വോട്ടിംഗ് എന്താണ് റിസൾട്ട് നമുക്ക് അതുപോലെ ചെയ്യാം. അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്യുന്നു. 16 വോട്ട് ഈക്വൽ 8-8 ആവുന്ന വോട്ട്. അവസാനത്തെ വോട്ട് സങ് ജിന്നുവിൻ്റെതാണ്. ജിന്നു എന്ത് തീരുമാനിക്കുന്നു അങ്ങനെയായിരിക്കും റിസൾട്ട് വരാനായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിൽ ആവശ്യമുള്ള പൈസയൊന്നുമില്ല. എനിക്ക് എൻ്റെ അനിയത്തിയെ കോളേജിൽ വിടണം, അതിന് പൈസ വേണം. പിന്നെ എൻ്റെ അമ്മയുടെ ഹോസ്പിറ്റൽ ബിൽസ്, ഇതിനെല്ലാം പൈസ വേണം. ഇതെല്ലാം സങ് ജിന്നുവിൻ്റെ മനസ്സോടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സങ് ജിന്നു അവസാനം വോട്ട് പറയുന്നു, ഐ എം ഗോയിങ്. എന്തായാലും ഒരു തവണ കൂടെ ചെയ്ത് നോക്കുക. അതാണ് സങ് ജിന്നുവിൻ്റെ വോട്ടിലാണ് അവർ ആ ഒരു ഡഞ്ചനിനകത്ത് പോകാനായിട്ട് പോകുന്നത്. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് അല്ലേ? അത് നമുക്ക് എന്തായാലും അടുത്ത ചാപ്റ്ററിൽ നോക്കാം. ബൈ ഗൈസ്.